വടക്കേ മലബാറിന്റെ വടക്കേ അറ്റമായ കർണാടകയോട് ചേർന്നു നിൽക്കുന്ന സപ്തഭാഷാ സംഗമ ഭൂമിയാണ് ബെള്ളൂർ. 26,928 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കുന്നും മലകളും കൊച്ചരുവികളാലും സമ്പന്നമായ ഗ്രാമീണതയുടെ സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാത്ത നാട്. തുളുനാടിന്റെ പാരമ്പര്യത്തനിമ ഒട്ടും ചോർന്നു പോകാതെ പ്രകൃതിയുടെ ഊഷ്മളമായ പച്ചവിരിപ്പിട്ട ഇടവഴികളും നാട്ടുപാതകളും തല ഉയർത്തി നിൽക്കുന്ന കേരവൃക്ഷങ്ങളും കളകളമൊഴുകുന്ന അരുവികളും നിറഞ്ഞ മലയോര ഗ്രാമം. ചുറ്റിലുമുള്ള കശുമാവിൻ തോട്ടങ്ങളിലൂടെ എൻഡോസൾഫാൻ വിഷമഴ പെയ്യിച്ചുകൊണ്ട് ഹെലികോപ്റ്ററുകൾ തലങ്ങും വിലങ്ങും ഓടിയപ്പോൾ കശുമാവ് പൂത്തു കാച്ചു. പക്ഷേ നഷ്ടപ്പെട്ടതോ ഒരു തലമുറയുടെ സ്വപ്നങ്ങളും വിടരാതെ പോയ ജീവിതങ്ങളും. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റിന് മാപ്പ് നൽകുക. ഇനി ഈ മണ്ണിൽ വിഷമഴ പെയ്യാതിരിക്കാൻ നമുക്ക് ഒത്തൊരുമിക്കാം, വിഷവിമുക്തവും ജൈവികവുമായ നമ്മുടെ നാടിനായി. ചിങ്ങം 1 കേരള സർക്കാർ കർഷക ദിനാചരണയെ ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വെള്ളൂർ പഞ്ചായത്തിലും കൃഷിഭവൻ ആഭിമുഖ്യത്തിൽ ഈ തവണ നല്ല കർഷക ദിനാചരണമായിട്ട് വിപുലമായ പരിപാടി സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നമുക്കറിയാം, കർഷകനാണ് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്. ആ മാതൃക വെറും തലമുറയ്ക്ക് ഉയർത്തിപ്പൊടിച്ചുകൊണ്ട് കർഷകർ അതുപോലെ തന്നെ കർഷക സുഹൃത്തുക്കൾ ഒന്നിച്ച് ഈ മാതൃകയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വെള്ളൂർ പഞ്ചായത്തിൻ്റെ കൃഷി സുഹൃത്തുക്കൾ എൻ്റെ എല്ലാ രീതി ഭാവങ്ങളും നടന്നുകൊണ്ട് ആശംസ അറിയിക്കുകയാണ്. കൃഷി നമ്മുടെ സംസ്കാരമാണ്. തന്റെ അധ്വാനവും ഇച്ഛാശക്തിയും മണ്ണിലർപ്പിച്ച് നമുക്ക് അന്നമേൽക്കുന്ന കൃഷിക്കാരൻ ഈ സംസ്കാരത്തിന്റെ നട്ടെല്ലും. കൃഷിയുടെ മേന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃഷിയുടെയും കൃഷിക്കാരന്റെയും മഹത്വം പൊതുജനങ്ങളിലെത്തിക്കാൻ നമ്മുടെ ഈ കാർഷിക ദിനാചരണം കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ಅದೋಡೊപ്പം ಆದರಣೀಯರಾയ ಎಲ್ಲ ಕೃಷಿಕರಿಗೂ ഞാൻ കാർഷിക ദിനാശംസകൾ നേരുന്നു. ನಮ್ಮ ಕೇರಳ ಸರ್ಕಾರದ ಆದೇಶದಂತೆ ಕೃಷಿ ದಿನಾಚರಣೆಯನ್ನು ಬೆಳ್ಳೂರು ಕೃಷಿ ಭವನ ಹಾಗೂ ಬೆಳ್ಳೂರು ಗ್ರಾಮ ಪಂಚಾಯತಿನ ಸಹಕಾರದೊಂದಿಗೆ ಕಿನ್ನಿಗಾರಿನಲ್ಲಿ ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ಕೃಷಿ ದಿನಾಚರಣೆಯನ್ನು ಆಚರಿಸಲಿಕ್ಕೆ ನಾವು ತೀರ್ಮಾನಿಸ್ತಾ ಇದ್ದೇವೆ. ತಾರೀಕು 17ರಂದು ನಾವು ಕೃಷಿ ದಿನಾಚರಣೆಯನ್ನು ವಿಜೃಂಭಣೆಯಿಂದ ಆಚರಿಸಲು ತೀರ್ಮಾನಿಸಿದ್ದೇವೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಉತ್ತಮ ಕೃಷಿಕರನ್ನೇ ಆಯ್ಕೆ ಮಾಡಿ ಅವರಿಗೆ ಒಂದು ಸನ್ಮಾನ ಮಾಡುವಂಥ ಏರ್ಪಾಡು ಉಂಟು. ಅದರಲ್ಲಿ ನಮ್ಮ ಈಗಾಗಲೇ ನಾವು ಉತ್ತಮ ಕೃಷಿಕರನ್ನು ಆಯ್ಕೆ ಮಾಡಿಕೊಂಡು ಅವರನ್ನು ನಾವು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಸನ್ಮಾನಿಸುವ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಇಟ್ಟುಕೊಂಡಿದ್ದೇವೆ. ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಎಲ್ಲ ವಿಧದ ಶುಭವನ್ನು ಹಾರೈಸ್ತಾ ಇದ್ದೇವೆ.